നമസ്കാരം. നായാടി അലഞ്ഞു തിരിയുന്ന കുറവൻ നേർക്കുനേർ കണ്ടാൽ മുന്തിയ കാണിക്കാൻ ആളെ കൂട്ടി കല്ലാടി. അതുകൊണ്ട് തന്നെ സമയങ്ങളിൽ കൊന്നക്കാട്ടിൽ കുഴികുത്തി രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി ചെറു പ്രാണിയെ പട്ടിയെ നായാടി പിടിക്കും. നായാടിയായി ജനിച്ച് സുപ്രയത്നം കൊണ്ട് IAS നേടിയ ധർമ്മപാലൻ ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ. ഇതാണോ പിച്ചക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം? റൂം നമ്പർ 11. അതെ മാം, അതെ അതെ സാർ. വരി കാണിക്കാം. സാറേ, ഇവിടെ വലിയ ശുചീകരണമൊന്നുമില്ല. അതായിട്ടോ നാറ്റം. അല്ല സാർ, വല്ല കേസുമാണോ? എടോ മാണിക്യം, ഇതെന്റെ അമ്മയാടോ. സോറി സാർ, സോറി. നശിച്ച ജീവിതമാ സാറേ എൻ്റേത്. ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ട് രാവും പകലും പട്ടിണി കിടന്ന് പഠിച്ചു. എന്നിട്ടിപ്പോ ഈ തോട്ടികളോടൊപ്പം തോട്ടി ഡോക്ടറായി നീക്കിയിരിക്കുന്നു. എന്റെ സ്ഥിതി മറിച്ചൊന്നുമല്ലണം. ഈ ശരീരം, ഇതിലൂർന്ന രക്തം മുഴുവൻ ഈ പാവം സ്ത്രീ പിച്ച തണ്ടിയ ചോറിലൂറിയതാ. അതെല്ലാം മറക്കണമെങ്കിൽ വേറെ വല്ല രക്തവും കുത്തേക്ക് അയക്കേണ്ടി വരും. ഇത് തന്നെ ആയിരുന്നില്ലേ അന്നത്തെ ഇന്റർവ്യൂവിലെ ആദ്യത്തെ ചോദ്യം? വെൽക്കം മിസ്റ്റർ ധർമ്മപാലൻ. You belongs to scheduled tribe now. നായാടി. എന്നിട്ടും നിങ്ങൾ IAS എഴുതി ജയിച്ചിരിക്കുന്നു. അതെ, എനിക്കൊരു വലിയ മനുഷ്യന്റെ സഹായം ലഭിച്ചു. ഒരു വലിയ മനുഷ്യന്റെ. കാത്താക്ക് കൊളിക്ക വേണ്ട.